രേണുസുതി അവരുടെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നും അവരെ പെട്ടെന്നൊന്നും തീരും എന്നൊന്നും തോന്നുന്നില്ലല്ലോ. പക്ഷെ നമ്മളോട് ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വളർന്നു വരുന്ന മക്കൾ, രേണുസുയുടെ മക്കളെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാര്യം. ഇത്തരത്തിൽ വീട് തിരിച്ചു തരും, വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരൂ എന്നൊക്കെയാണ് ഇത് ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ പേര് എന്നാലും പറയുന്നില്ല. ആ ഒരു വീഡിയോക്കകത്ത് രേണുസുതിയുടെ ഒരു ഇന്റർവ്യൂയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: വേറൊരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് തിരിച്ചു തരികയാണെങ്കിൽ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ കമന്റ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വിഷമം കാണും, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു, അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും ആർക്കാണെങ്കിലും ഒരു വിഷമം വരും. ഇത്തരത്തിലൊരു സഹായം ചെയ്തതിനു ശേഷം അത് തിരിച്ച് തന്നേക്കൂ എന്നൊക്കെ പറയുന്നത് വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രേണുസുതിയുടെ പേരിലല്ല കൊടുത്തിരിക്കുന്നത്, അവരെ മക്കളുടെ പേരിൽ തന്നെയാണെന്നാലും ഈ വീടിന്റെ ഒരു ഓണർഷിപ്പ് എന്നുള്ളത് രേണുസുതി തന്നെ ലൈവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രേണുസുതി എന്തായാലും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്തും പറയുന്നുണ്ട്, എന്തായാലും താൻ കല്യാണം കഴിച്ചാൽ പോലും, ഇതിപ്പോ ഇപ്പോഴും നല്ല ഒരു 2 വർഷം കഴിഞ്ഞിട്ട് താൻ കല്യാണം കഴിച്ചാൽ പോലും എന്തായാലും താനോ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കുന്ന ഭർത്താവോ എന്തായാലും ആ ഒരു വീട്ടിൽ നിൽക്കില്ല എന്നൊരു കാര്യം എന്തായാലും ഈ ഒരു ബിൽഡറിന് എന്തായാലും രേണുസുതി എന്തായാലും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ രേണുസുതി ഒരു കാര്യം പറയുന്നു, അതുപോലെ തന്നെ ഇതിന് കൗണ്ടർ ചെയ്തിട്ട് ആ ഒരു ബിൽഡർ പറയുന്നു, പിന്നെ നാട്ടുകാർ പറയുന്നു, പിന്നെ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന ആങ്കർ വരുന്നു. അങ്ങനെ ഇത്തരത്തിൽ പല രീതിയിലുള്ള ആൾക്കാർ ഇത്തരത്തിലൊരു ഒരു സഹായം ചെയ്തതിനെയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇത്തരത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വളർന്നു വരുന്ന 2 കുട്ടികളുണ്ട് രേണുസുതിയുടെ. അപ്പൊ ഉറപ്പായിട്ടും അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. അവർക്ക് ഇത്തരത്തിൽ ഫ്രണ്ട് സർക്കിളിലും ഇത്തരത്തിൽ നമുക്കറിയാം, കുട്ടികളാകുമ്പോൾ അത്തരത്തിൽ പല രീതിയിലുള്ള കളിയാക്കലുകളും ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ആൾക്കാർ സംസാരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം ഇമോഷണലി കേൾക്കുന്ന ആളെ ഇത് എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഈ കുട്ടികളെ വലിയ രീതിയിൽ തന്നെ മാനസികമായി ബാധിക്കാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. വലിയ രീതിയിലുള്ള ട്രോമയായി മാറും. കാരണം വെച്ചാൽ നമുക്കറിയില്ല, കാര്യം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എടുക്കുന്നതും ഓരോരുത്തരും എഫക്ട് ചെയ്യുന്നതും പല രീതിയിലാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്യാനും അത് ഈ കുട്ടികൾ വലുതായാലും ഈ ചെറുപ്പത്തിൽ നടന്ന പല ട്രോമാസും കാര്യങ്ങളും എല്ലാം അത് വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ രേണുസുതി ആണെങ്കിലും ഇല്ലെങ്കിൽ ഈ വീട് വെച്ച് കൊടുത്ത ബിൽഡർ ആണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അധികം വലിയ രീതിയിലൊരു പ്രശ്നമാക്കാതെ അല്ലെങ്കിൽ ഇത് വെച്ചൊരു അധികം കണ്ടന്റ് ഉണ്ടാക്കാതെ ഇത് മാക്സിമം പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞ് നിർത്തുന്നതായിരിക്കും ഏറ്റവും, ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ രേണുസുതി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സഹായം കൈപ്പറ്റിയ ശേഷം ഇത്തരത്തിൽ എന്നാൽ പ്രോപ്പർട്ടി തിരിച്ചു വന്നേക്കൂ എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് ഈ ബിൽഡർ പറയുന്ന സമയത്ത് രേണുസുതിയുടെ ഒരു മാനസികാവസ്ഥയാണെങ്കിലും, കാര്യം രേണുസുതി ഒരുപാട് ആൾക്കാരെ ദിവസം കാണുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ട് ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ചോദിക്കുമായിരിക്കും. അപ്പൊ എത്ര ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് രേണുസുതിയെ പോലും വലിയ രീതിയിൽ തന്നെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.